നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ആദ്യമായിട്ട് ഇന്നലത്തെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട ഹതഭാഗ്യർ ആരായിരുന്നാലും അവരുടെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി വന്നോളൂ. അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും അവർക്കും ശക്തമായ ശിക്ഷ കൊടുക്കണമെന്നും വിനീതമായി ബന്ധപ്പെട്ട അധികാരിയോട് അഭ്യർത്ഥിക്കുക. പക്ഷെ ഒരു സംശയം എപ്പോഴും ബാക്കി നിൽക്കുന്നു. ഇത്രയും സുരക്ഷാ സന്നാഹമുള്ള ഡൽഹി പോലെ സ്ഥലത്ത് സദ്ദാം ഹുസൈൻ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ നിറം വരെ കാണാൻ പറ്റുന്ന അമേരിക്ക ചാരസംഘടന അല്ലെങ്കിൽ അമേരിക്ക രഹസ്യാന്വേഷണ വിഭാഗം, അപ്പോൾ നമ്മുടെ ലോകപ്രസിദ്ധ ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും കാണാൻ പറ്റുന്നില്ലേ എന്നും അതെല്ലാം നടക്കുന്നത് ഇലക്ഷനോടനുബന്ധിച്ചോ ഇലക്ഷൻ തലേ ദിവസമോ ആണെന്നുള്ള കാര്യത്തിലും പബ്ലിക്കിന്, പൊതുജനത്തിന്, ജാതി മതം നോക്കിയല്ല ഒരു സംശയമുണ്ട്. ആ സംശയം ഒന്ന് ഭരണാധികാരികൾ ദൂരീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അതിനെക്കുറിച്ച് ബാക്കി ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ബീഹാർ ഇലക്ഷനിൽ ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞു. പല റിപ്പോർട്ടറും അല്ലെങ്കിൽ പറയുന്നെല്ലാം എൻ ഡി എക്ക് മുൻതൂക്കമുണ്ടെന്നുള്ളതാണ്. ഇത്തവണ എൻ ഡി എ മുന്നണിക്ക് ബീഹാറിൽ മുൻതൂക്കമുണ്ടെങ്കിൽ ആദ്യമായിട്ട് തെരുവിൽ കല്ലെറിയേണ്ടത് രാഹുൽ ഗാന്ധിയും ലാലുവിൻ്റെ മോനെയാണ്. ഗാർഗതിപ്പെടുമല്ലോ. എന്തുകൊണ്ടറിയോ? എല്ലാവിധ സന്നാഹവും ബീഹാർ അത്ര കണ്ട് പ്രശ്നാധിഷ്ഠമായിരുന്നു. ഇന്ത്യ മുന്നണിക്ക്, പ്രതിപക്ഷ മുന്നണിക്ക് വളരെ ഉറപ്പുള്ളൊരു മണ്ഡലമായിരുന്നു. അവിടെ എന്തെങ്കിലും കാരണവശാൽ ഇത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മാത്രമല്ല ശക്തമായി പ്രതികരണം ജനങ്ങൾ കിടക്കും. കാലുമുട്ടിലൊടിക്കും ഈ നേതാക്കളിലേക്ക് ആയാൽ. അതുകൊണ്ട് ഇപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞില്ല, പക്ഷെ ആകാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന പറയാം. ഒരു അണ്ടനോ അടകോടനാണ് ഇത് പറഞ്ഞതിൽ കുഴപ്പമില്ല. മൊയ്തീൻ ഷായെ പോലും ചുക്കള രാഷ്ട്രീയക്കാരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ് ഒവൈസി ബീഹാറിൽ വന്ന് മത്സരിക്കുന്ന കാരണമെന്ത്? അവർക്ക് ഭരിക്കാൻ കിട്ടില്ല എന്നറിയാം. പിന്നെ എന്തിനു വന്നു? വോട്ട് ഭിന്നിപ്പിക്കാനും ബി ജെ പിക്ക് ബി ടീം അല്ലേ, ബി ജെ പിയുടെ പണം വാങ്ങിച്ചില്ലേ കോടികൾ മോടിക്കുകയെന്നാണ് പറഞ്ഞതാരാണ്? മൊയ്തീൻ ഷാ അല്ല, ഏത് ചുക്കള രാഷ്ട്രീയക്കാരല്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും നാളെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ശ്രീമതി രാഹുൽ ഗാന്ധിയാണ്. എൻ്റെ പൊന്ന് രാഹുൽ ഗാന്ധി, ആ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ നിങ്ങൾ രാജ്യം ഭരിക്കാൻ അർഹരല്ലെന്നും നിങ്ങൾ രാഷ്ട്രമീമാംസനല്ലെന്നും വളരെ വ്യക്തമായിട്ട് പറയാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൊതുജനങ്ങളെ, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്. മിഞ്ഞ പറഞ്ഞ് ഒഴിവൊഴിവ് പറഞ്ഞൊന്നും നിൽക്കരുത്. അന്ധമായ കോൺഗ്രസ് വിരോധം, അന്ധമായ കോൺഗ്രസ് സ്നേഹവും ഞങ്ങൾക്കില്ല. കോൺഗ്രസ് നശിക്കുക തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുക. എൻ്റെ സംഭാഷണം കേൾക്കുന്ന വിക്ടറി പോലുള്ളവരും CMPയുടെ ചില നേതാക്കളൊക്കെ കേൾക്കാൻ വേണ്ടി. കാരണം ഈ പറയുന്നുണ്ട് രാഹുൽ വന്ന് അല്ല എന്താണ് ഒവൈസി വന്ന് അത് ചാരനാണ്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാണ്. ഞാൻ വലിയ ആളല്ല, എൻ്റെ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അവർ പറയാം, അവർ രാഷ്ട്രീയ മാംസകളിലുണ്ട്. അവർ പറഞ്ഞു, ബഹുജൻ സമാജ് പാർട്ടി എന്നൊരു പാർട്ടി ഖാൻഷാം രൂപീകരിച്ചത് ഇപ്പോൾ മായാവതി കൈകാര്യം ചെയ്തത്. മായാവതിയുടെ മോൾ അവസാനം അവൾ കഴിവേറെ മോള് പോലെ കാണിച്ച് അത് BJPക്ക് സപ്പോർട്ട് ആയിപ്പോയി. അത് വേറെ കാര്യം. 10% കേരളത്തിലെ ദളിത് ആദിവാസി ജനസംഖ്യ. അവർ വർഷങ്ങളായിട്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നുണ്ട്. അവിടെ അതിൽ ദളിതല്ലാതെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളിലോ ഒരു 100 പേര്. കാരണം ഞാൻ ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് 10 വർഷം വർക്ക് ചെയ്ത്. അപ്പോൾ എനിക്കറിയാം മുസ്ലിങ്ങളും മറ്റ് ജാതികളും ആരും വളരെ കുറച്ച് 1% ഒരു 1000 പേര് പോലും ഇല്ല.
ഇതേവരെ ഇത് 90-ലെ മറ്റേ 87 ഇതേവരെ 84, 87 മറ്റോ തുടങ്ങിയത് ഒരു MLA പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ അവരിപ്പോഴും മത്സരിക്കുന്ന ആർക്കും ഒരു പരാതിയില്ല. 20% മുസ്ലിങ്ങളുടെ ബീഹാറിൽ പോയി ഉവൈസി എന്നൊരു മുസൽമാൻ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിച്ചപ്പോൾ ഈ രാഹുൽ പൊന്നു മോൻ പറയാണ് അത് BJPയുടെ ചാരപ്രവർത്തക B ടീമാണ്, മറ്റൊരു മറിച്ചുള്ളത്. എടോ ആം ആദ്മി പാർട്ടി നിങ്ങൾ നശിച്ച നിങ്ങളും ആം ആദ്മി പാർട്ടി നേതാക്കളും പരസ്പരം കാലുവാരും മത്സരിച്ച് BJPക്ക് ജയിപ്പിച്ചു കൊടുത്തില്ലേ? എത്രായിരം കോടി വാങ്ങിയത്? നിങ്ങൾ രണ്ടുപേരും കൂടി എത്രായിരം കോടി വാങ്ങിയുണ്ട് BJPയുടെ എന്നിട്ട് BJPക്ക് വഹിക്കാൻ കൊടുത്തില്ലേ? അവിടെ എന്താ നിങ്ങൾ ഈ തത്വം പാലിക്കായിരുന്നു? ഞാൻ പറയുന്നത് ഉവൈസിയോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമില്ല. ജാതിപരമായോ മതപരമായോ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഞങ്ങൾ ഉൾക്കൊള്ളുകയോ ഞങ്ങൾ തുടങ്ങുകയോ ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. എങ്ങനെ ജാതിപരമായിട്ടോ മതപരമായിട്ടോ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അത് കണ്ട ഞങ്ങളുടെ പോളിസിയാണ്. പക്ഷേ രജിസ്റ്റർ ചെയ്ത ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് മത്സരിക്കാമല്ലോ. അവർ വന്ന് മത്സരിക്കുമ്പോൾ അതിൽ ഈ മുള്ള് വന്ന് ഇലയിൽ വേണം, ഇല വന്ന് മുള്ളിൽ വേണം, മുള്ളിനല്ല കേട് ഇലക്കാണെന്ന് പറയുന്ന പഴയ തത്വമുണ്ട്. ആ തത്വം വെച്ച് നോക്കുമ്പോൾ ഉവൈസിയോടത് മത്സരിച്ച് ആർക്കാണ് ക്ഷീണിച്ച് ആ പാർട്ടിയിൽ കുറച്ചുകൂടി ഒതുങ്ങേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ബുദ്ധിയോടും കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഞാൻ വിക്ടറോട് പറയാണ്, വിക്ടർ എൻ്റെ വളരെ സുഹൃത്താണ്, നല്ല മനുഷ്യനാണ്, പയ്യനാണ്. അതായത് ശിവസേന എന്നുള്ള വിക്ടർ പേരെടുത്ത് പറയാൻ പറ്റും, അറിയട്ടെ, പബ്ലിക് അറിയട്ടെ. ശിവസേന എന്ന പാർട്ടിയില്ലേ BJPക്കാൾ വർഗീയതയും ദേശീയത കൂടിയുണ്ട്, അല്ല പ്രാദേശികവാദം കൂടിയുണ്ട്. പക്ഷെ BJPക്ക് അതില്ല. BJP പ്രാദേശികവാദമൊന്നുമില്ല, ദേശീയ പാർട്ടി തന്നെയാണ്. അങ്ങനെ ശിവസേന മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് മുന്നണി ചേർത്ത് അവർ കുറെ കാലം ഭരിച്ചു. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടുതൽ തെറ്റു പറയാൻ പറ്റില്ല. അതിൽ നമ്മൾ ഇന്നോ VM സുധീർ മാതൃകയാകുന്ന VM സുധീർ, ആന്റണി, പിന്നെ മുല്ലപ്പള്ളി 3 ആളെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ വന്നപ്പോൾ മുന്നണി ചേർത്ത് ഒട്ടും പറയാൻ പറ്റുമോ? അതിന് അത്ര വലിയ ഒരു ന്യൂനപക്ഷ പാർട്ടി അവർ വർഗീയമാണെങ്കിൽ ഇന്ന് ചിന്തിച്ചാൽ പോലും വർഗീയമാണെങ്കിൽ പോലും ഭൂരിപക്ഷ വർഗീയത്തെ ഫലം ദൂഷ്യം ചെയ്യോ സമൂഹത്തിന്? ഇല്ലല്ലോ. അങ്ങനെ ഒരു ന്യൂനപക്ഷ പാർട്ടി തുടങ്ങിയപ്പോൾ അവരെ ചേർക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് താഴെയിറക്കാൻ കോൺഗ്രസ് ഒഴിവാക്കി എല്ലാവരും ചേർന്ന് ഒരു സൈഡിൽ RSSന്റെ അദ്വാനി, മറ്റു വശത്ത് EMS CPMന്റെ നടുക്ക് VP സിംഗ്, ഞങ്ങളുടെ നേതാവ് VP സിംഗ് ഇരുന്ന് ഭരിച്ച് കുറേ കാലം ഒരു കുഴപ്പമുണ്ടായില്ല. ലോകത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് RSS ആണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു സമൂഹത്തെ ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് പറയുന്നത് ഒരു സമൂഹം, ഒരു ജാതിയെ അല്ലെ ഒന്നിലധികം ജാതികളെ ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം വർഗീയ മാത്രമല്ല, തീവ്രവാദം മാത്രമല്ല, ഫാസിസം കൂടിയല്ലേ. അപ്പോൾ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനം സംഘപരിവാർ RSS അല്ലേ. ആ RSS ആയിട്ട് കോൺഗ്രസ് തോൽപ്പിക്കാൻ കൂട്ടുകൂടാം. ഈ കള്ളന്മാർക്കൊന്നും ഒരു തടസ്സം ഉണ്ടായില്ല. EMS ഉണ്ടായില്ല, VP സിംഗിനുണ്ടായില്ല, അദ്വാനിക്കുണ്ടായില്ല, കോൺഗ്രസിനുണ്ടായില്ല. പക്ഷേ ഒരു മുസ്ലിം ന്യൂനപക്ഷം ഒരു പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സഹകരിക്കാൻ പറ്റില്ല. ഇവരുടെയൊക്കെ എല്ലായിടും മുട്ടുകാലി തല്ലി ഓടിക്കേണ്ടത്. ഇത്തവണയെങ്കിലും ബീഹാറിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ രാഹുൽ മോനെയും ലാലുജിയുടെ മോനെയൊക്കെ ഉണ്ടല്ലോ മുട്ടുകാലിരിക്കും ജനങ്ങൾ. അത്ര കണ്ട് വയലൻ്റ് ആയിരിക്കും അവർ. അത് എല്ലാ അനുകൂലവും സാഹചര്യം ഉണ്ടായി. എന്നിട്ട് എല്ലാവരും ഒരു കൊടിക്കീഴിൽ നിർത്തി ജയിപ്പിച്ച് BJP തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ മരമണ്ടന്മാരായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികളും തെമ്മാടികളും ക്വാളിറ്റാത്തവരും. റിസൾട്ട് അറിയാതെ ഇപ്പം പറയുന്നില്ല, അവരിപ്പോൾ ആമുഖമാത്രമുള്ളൂ. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വരവുണ്ടല്ലോ അവർ പറയും പോലെ, ആ വരവ് 1.5 വരവായിരിക്കും. അവിടെ ഇപ്പം പറയുന്നില്ല, ഇപ്പം പറയുന്നത് മണ്ടത്തരാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി പറയണേ ആ B ടീമാണ്
ഒവൈസിക്ക് എന്താണ് ബീഹാറിൽ ഭരിക്കുക? കാരണം ഇതൊരു ചൊക്കട രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി, പ്രതിപക്ഷ നേതാവ്, ആള് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന പാർട്ടി, അത് ശരിയാണോ? അങ്ങനെ ഒരാൾ രാഷ്ട്രമീമാംസയാണോ? അത് ജനങ്ങളുടെ മാൻഡേറ്ററിയോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിലനിൽപ്പറിയോ അറിയാവോ? ഇദ്ദേഹം വെച്ചുകൊണ്ടൊക്കെയാണ് എങ്ങനെ ഇന്ത്യ മുന്നണി നയിച്ച് ഈ BJP താഴെ ഇറക്കും? ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ 3 പേര് ഈ മണ്ടന്മാരായ പിന്നെ രാഹുൽ ഗാന്ധി മറ്റവരുണ്ടല്ലോ, ഗാർഗെ കൂടി കേരളത്തിൽ വലിയ പരിഷ്കരിക്കായിട്ട് വിട്ട് 16 അംഗ കമ്മിറ്റി, ഒരു കോർ കമ്മിറ്റി, 300 പേര് സെക്രട്ടറിമാരെ വെച്ച് എല്ലാ പ്രവർത്തനം സെക്രട്ടറി ആക്കി ഭാരവാഹിത്വം കൊടുത്തത്. എന്നിട്ട് പോരാത്തൊരു 16 അംഗ കോർ കമ്മിറ്റി, അതിൽ ദീപ മുൻഷിയെ അതിൻ്റെ ചെയർമാനാക്കി. ബാക്കി 15 പേര് കേരളത്തിൽ. അത് ആരാ വന്നിരിക്കുന്നത്? ഒന്ന് ജനങ്ങൾ വെറുത്ത കോൺഗ്രസിന് BJPയുടെ കയ്യിലേക്ക് ഭരണം കേൾപ്പിച്ചു കൊടുത്ത, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഭരണം ഏൽപ്പിച്ചു കൊടുത്ത നിർഗുണനായ, ഒരു നിലക്കും ജനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ പോയില്ലാത്തൊരു അന്തോണിയാണ്. അന്തോണി ചാരായ നിരോധനം നിങ്ങൾക്കറിയാലോ, ആർക്ക് നേട്ടം ഉണ്ടായിരുന്നു? അന്തോണി വെച്ച് ചേർത്തതാണ്. ഇപ്പൊ കറങ്ങി വയതിൽ അവസാനം ഒരു നീക്കുവോക്ക് സ്ഥാനാർത്ഥിയായിട്ട് അന്ന് അന്തോണി ഇരിക്കട്ടെ മുഖ്യമന്ത്രിയായിട്ട് എന്നൊരു ആഗ്രഹം ചില കള്ളന്മാരുടെ കയ്യിലുണ്ട്, അന്തോണിക്കുണ്ട്. അതാണ് പതുക്കി പറ്റി വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പേരുപയോഗിച്ച് സമ്പാദിച്ച് സർവ്വാളുമായി ആസ്വാദനം കഴിച്ച് ഒരിക്കൽ പോലും ആ മനുഷ്യന് പബ്ലിക്കിന്റെ പണം അല്ലാതെ സ്വന്തം പണം ഉപയോഗിച്ചിട്ടില്ല. എല്ലാം സർക്കാരിന്റെ ആനുകൂല്യമായിരുന്നു. അങ്ങനെ 10-90 വയസ്സ് വരെ ജീവിച്ചിട്ടേ ആ സ്വന്തം ബകരെ കൊണ്ട് BJPയിലേക്ക് ജാമ്യം കൊടുത്തത്. ആ മനുഷ്യയാണ് കോൺഗ്രസ് 1ാം സ്ഥാനത്ത് കേരളത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. ഏൽപ്പിച്ചു കഴിഞ്ഞത് കണ്ടറിയണം. പിന്നെയുള്ള സുധീരനാണ്. അതിനൊക്കെ വേറെ കാര്യം പറയട്ടെ. ഇവിടെ ജാതിയില്ല മതമില്ല എന്ന് പറയുന്നത് ഉണ്ടല്ലോ, എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജാതി മാത്രം ഉപജാതി നോക്കണം. അതിലൂടെ ശരി, ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രക്തം, ഞങ്ങളിലെ ഇസ്ലാം രക്തം, ഞങ്ങളിലെ മുസ്ലിം രക്തം, ഞങ്ങളിലെ ക്രിസ്ത്യൻ രക്തം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രക്തം മാത്രം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും തെരഞ്ഞെടുപ്പിൽ ജാതി മാത്രമല്ല ഉപജാതികൾ നോക്കണം. അപ്പോൾ നമുക്കും ജാതി പറയാതിരിക്കാൻ പറ്റുമോ? ജാതിയോ ഈ അന്തോടെ ജാതി എടുക്കാം. പരസ്യമായിട്ടാണ് പറഞ്ഞത്, രഹസ്യമായിട്ടൊന്നുമല്ല. ചിന്തിക്കാൻ വേണ്ടി, ബുദ്ധിജീവികൾ ചിന്തിക്കാൻ വേണ്ടി അത് അന്തോണി ജാതിരിക്കുക. ക്രിസ്ത്യാനിയാന്ന് പറയുക, അല്ലെങ്കിൽ നിരീക്ഷവാദിയാണ്. നിരീക്ഷവാദി പിന്നെ ഒന്നുമില്ല. ക്രിസ്ത്യാനി തന്നെ എടുത്തു നോക്കാം, 15% അല്ല 5% കൺവെർട്ട് ക്രിസ്ത്യന. അവരാണുമില്ല പെണ്ണില്ലാത്ത രീതിയിൽ ത്രിശങ്ക് സ്വർഗത്തിലാണ്. ക്രിസ്ത്യാനി എല്ലാം ദളിതമില്ലാത്ത അവസ്ഥയിലാണ്. അത് നിൽക്കുകയാണ്. അതല്ലേ ഏറ്റവും വലിയ പോരുകയില്ല. മതം കഴിഞ്ഞ് പിന്നെ അവൻ ആ ജാതി കൂടെ നിർത്തില്ല, ഒപ്പാക്കുകയില്ല, അത് വേറെ കാര്യം. ബാക്കി 10%. 10%-ൽ ഒരു 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. അതാണല്ലോ നമ്മുടെ എത്ര കോടി കൊടുത്ത എടുത്തേക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി സഭയുടെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 90% ഉള്ളത് ഈ സഭയാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കി മൻമോഹൻ സിംഗിന്റെ കാലത്ത്. 14 വർഷമായി, 15 വർഷമായി. ഇതുവരെ ഒരക്ഷരം ഈ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കൊണ്ടോ ഇന്നിപ്പോൾ പിണറായി ഗവൺമെന്റിനെ കൊണ്ടോ സാധിച്ചില്ല. മാത്രമല്ല ആ നിയമമൊക്കെ മാറ്റി. എന്താണ് അത്? വിലവര പട്ടിക പാലിക്കണം. തീവെട്ടിക്കൊള്ള ചെയ്യുന്ന മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ മെഡിക്കൽ പ്രത്യേകിച്ചും കൊന്നെടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ കഴിഞ്ഞ ദിവസം അങ്കമാലിൽ ഒരാൾ കൊണ്ട് മരിച്ചു, എന്നിട്ട് 5-6 മണിക്കൂർ കിടത്തി കാശ് വാങ്ങിച്ചു വിട്ടത്. അതാണ് ഒരക്ഷരെ കുറിച്ച് ഹൈക്കോടതി വരെയും പറഞ്ഞ് നടപടി നടത്തിയോ? നമ്മുടെ വിഷയം അതല്ലമില്ല. അങ്ങനെയാണ് അത്. ഇപ്പം അതുള്ളത് 3% പോകുന്നു വയ്ക്കുമോ, 2% കമ്മ്യൂണിസ്റ്റ് BJPക്ക് പോകും. ബാക്കി 5% ഉള്ളൂ. എന്നാൽ 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ആർക്ക് കിട്ടുന്നത്? 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോഴില്ല, മൊത്തം 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യാനി കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതങ്ങനെ. അവന് സുധീരൻ നല്ല മനുഷ്യനാണ്, അത് കുഴപ്പമൊന്നുമില്ല. പലത്തെ കഴിവ് തീർക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല, കുറച്ച് കഴിവില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതാണല്ലോ അന്ന് മഹാരാഷ്ട്രയിൽ ശിവസേന സെക്രട്ടറി. ഇപ്പോൾ അദ്ദേഹം അയാളെ
ആ നശിച്ച ആദർശം പറഞ്ഞ് അയ്യോ അത് വേണ്ട. സംഗതി ശരിയാണ് ശിവസേനക്കാണ്, പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ നിൽക്കുമ്പോഴേ അതൊക്കെ വേണ്ടേ. എന്നിട്ട് ഇപ്പോൾ മിണ്ടായത് ഇപ്പോൾ കുറച്ചാളിട്ട് വാട്സപ്പിൽ സന്ദേശമൊക്കെ തുറക്കിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് ഒരു ചെറിയ അനക്കം UDF കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പറ്റി വന്നവരൊക്കെ മറന്നത്. നീണ്ട 10 വർഷം ഈ പ്രസ്ഥാനത്തിലേക്ക് അവരുടെ വിഭാഗം ആരോടോ VM സുധീരൻ്റെ, മുല്ലപ്പിൽ രാമേന്ദ്രൻ്റെയും ഈയുടെ വിഭാഗമല്ലേ. അതിൽ 80% 90% LDF വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. ബാക്കി 10% നിങ്ങൾക്കുള്ളൂ. ആ നിങ്ങൾക്കൊരു 40%എങ്കിലും UDF അനുകൂലമാക്കാൻ പാടില്ലെന്നോ ഈടവരെ ആക്കിയോ? അവരും വരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. നീ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ മരിക്കണം. അതാണ് ചില മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ ഉള്ളാലും മുല്ലപ്പള്ളി ഞാൻ പറഞ്ഞത് പിന്നെ ഇതാണ്. പിന്നെ ഒരു ഹസനെ കൊണ്ടുവച്ചു, MM ഹസൻ. അസല് പേരിടുക ഇന്നിപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല. മുൻ പ്രസിഡന്റുമാരുണ്ടായത് പറഞ്ഞെങ്കിലും ഒന്നും വന്നിട്ടില്ല. ഹസൻ ഉണ്ടെന്നാണ്. ഹസനൊക്കെ എഴുതി തള്ളിയ പുസ്തകമല്ലേ. ഇനി ഹസന് വല്ലതും പാർട്ടിക്കുള്ളിൽ ചെയ്യാൻ പറ്റുമോ? സ്വന്തം ജീവിക്കാനും അല്ല സ്വന്തം നിലനിൽക്കാനും പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ ഈ അതിനിർണായകമായ മോഡിയെപ്പോലെ അതിസങ്കീർണമാണ് പിണറായി. നിസ്സാരക്കാരനല്ല, എല്ലാ നിലക്കും. അതും അങ്ങനെയുള്ള കുറേ വയസ്സന്മാരെ കൊടുത്ത് വെച്ചേക്കാണ് വോട്ട് പിടിച്ചു കയറി നടന്നില്ലേ. അപ്പോൾ അറിയാമല്ലോ AICCയുടെ കാര്യങ്ങളും AICCയുടെ കഴിവും അതിൻ്റെ ഭാരവാഹികളുടെ കഴിവും ഒക്കെ നമുക്ക് മനസ്സിലായി. ആ ശശി തരൂർ വന്ന് ശശി തരൂരിനെ അന്ന് അവിടെ ആക്കേണ്ട കാര്യമില്ല. വേറെ ആര് എന്നാലും ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മണ്ടന്മാർ ശശി തരൂരിനെ കൊണ്ടുവന്ന് ദൈവത്തെ കൊണ്ട് നിർത്തി 4 പ്രാവശ്യം ജയിപ്പിച്ചു. കോൺഗ്രസ് ഒരു കാര്യം ചെയ്തില്ല, ഒരു യൂണിറ്റ് പോലും ഉണ്ടാക്കിയില്ല. എന്തെങ്കിലും ആകട്ടെ, ഒരു വിശ്വപോരാണ്. അതാണ് അങ്ങനെ അവരെ കൂടെ നിർത്തിക്കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണ്ടേ. അത് ചെയ്തില്ല. അപ്പോൾ കഴിവുള്ളവരൊന്നും ഒരു കാരണവശാലും ഞാൻ പറയില്ല. അത് അന്ന് ഗാർഗി വെച്ച് AICC പ്രസിഡന്റായിട്ട് കഴിവുള്ള എത്രയോ ചെറുപ്പക്കാർ, 50 വയസ്സിൽ താഴെയുള്ള 40-50 പ്രായമുള്ള എത്രയോ പേര് ഇന്ത്യയിൽ കാണും കോൺഗ്രസ്സായിട്ട് കഴിവുള്ളവർ. എന്നിട്ടും ഗാർഗി തന്നെ നിൽക്കാൻ പറ്റാ ആളെ വെച്ച്. അതുപോലൊരു പര്യായമാണ് ഇപ്പോൾ കേരളത്തിൽ. മുല്ലപ്പള്ളി രാമേന്ദ്രൻ, VM സുധീരൊക്കെ 90 വയസ്സുണ്ട്. പിന്നെ ആന്റണിയൊക്കെ ചെറുപ്പക്കാരില്ലേ കോൺഗ്രസ്സിൽ, മിടുക്കന്മാർ കഴിവുള്ളവരും. അവർ ഏൽപ്പി നിങ്ങൾക്ക് പറ്റില്ല. അത് പറ്റില്ല. അത് വെച്ചാൽ അവരല്ല രാഹുൽ മോൻ പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു തടസ്സം വരാൻ പാടില്ല. അതിൽ പ്രണബ് മുഖർജിയെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കിയതെങ്കിൽ കോൺഗ്രസ് വേണ്ട ഇന്നും നിലനിന്നേനെ. അത് നമ്മുടെ തമ്പുരാട്ടി സമ്മതിച്ചില്ല. തമ്പുരാട്ടി ഗ്യാങ് ഇതൊക്കെ പറയാതിരിക്കുന്ന എങ്ങനെയാ? അവസരം കോൺഗ്രസ് കളഞ്ഞില്ലേ. 3 സംസ്ഥാനത്ത് പോലും ഇല്ല ഇപ്പോൾ കോൺഗ്രസ്. ബാക്കിയെല്ലാം പല സംസ്ഥാനവും BJP മുന്നണിയൊക്കെ വിളിക്കണേ. എവിടെ പോയിടോ കോൺഗ്രസ്? ഏറ്റവും വലിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി, നെഹ്റു ഒക്കെ ഉണ്ടാക്കിയ പാർട്ടി, ഇന്ന് എവിടെ എൻ്റെ അവസ്ഥ മാറും. ബീഹാറിലെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് മുന്നണിക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ സത്യം ഞങ്ങൾ പറഞ്ഞ മനഃശാസ്ത്ര കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങൾ ഇവരെല്ലാം റോഡിലിട്ട് തല്ലും, ഒരു സംശയമൊക്കെ അതില്ല. എന്തുകൊണ്ടാണ്? പിന്നെ ജയപ്രകാശ് നാരായൺജി പറഞ്ഞ പോലെ BJP ഒഴിച്ചുള്ള എല്ലാവരും ഒരു കുടക്കീഴിൽ നിർത്തി, ഒരു കൊടിക്കീഴിൽ നിർത്തി BJP താഴെ ഇറക്കാൻ നോക്കടി. പകരം ഉവൈസെ തൊഴില്ല, കാസാമിലെ കാക്കാൻ തൊഴില്ല, ഇപ്പോഴത്തെ മായാവതിയെ തൊഴില്ല, വേറൊരു തൊഴില്ല. അങ്ങനെ എല്ലാം മാറ്റി വരിക. അവർക്ക് ഇഷ്ടപ്പെട്ട കുറെ കുബുദ്ധികൾ മാത്രം നിർത്തി. BJP എന്ത് ചെയ്ത്? അവർ ബുദ്ധിപൂർവ്വം കളിക്കണം. അവർ തെറ്റായിട്ട് ശരിയായിട്ട് അവർ ഇറങ്ങി ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് വിജയിക്കുന്നുണ്ട്. തെറ്റും ശരി വേറെ കാര്യം. ഇതുപോലെ കക്കാൻ പോയാലും വിജയിക്കണം. കളവ് ശരിയോ തെറ്റുള്ളൂ വേറെ കാര്യമാണ്. സംഘപരിവാർ ഫാസിസമാണ് അല്ലെങ്കിൽ വർഗീയമാണെന്നൊക്കെ തീവ്രമാണെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ വഴി. പക്ഷെ മത്സരിക്ക് വരുമ്പോൾ ജയിച്ചിരിക്കണം. ആ സിസ്റ്റം ഉണ്ടോ? കോൺഗ്രസ് കേരളത്തിൽ പോലും ഉണ്ടോ? എന്താണ് ജയിക്കാനുള്ള സാധ്യത? 3 പോയിന്റാണ്. ഒന്ന്, ഇലക്ഷനിൽ പേരുണ്ടാക്കുക, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കുക, വോട്ട് ചെയ്യിക്കുക, വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ പുറകെ എൻ്റെ ബന്ധപ്പെട്ട ഏജന്റുമാർ നിൽക്കുക. ഇത് 3 കോൺഗ്രസ് എന്ന് ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ് ആൾക്കൂട്ടത്തിൽ നിന്ന് അന്ന് നെഹ്റുവിൻ്റെ കാലം പോലും കൂടി പാരമ്പര്യം വന്ന് പണിയെടുക്കാതെ അധ്വാനിക്കാതെ വളർന്നു വന്ന ഒരാളാണ് കോൺഗ്രസ് പാർട്ടി. ഒരു അധ്വാനം ചെയ്യാതെ
പാർട്ടിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. കേരളത്തിൽ എന്താണ്? കേരളത്തിൽ അന്ന് ആന്റണിയും കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, 2 കള്ളന്മാർ ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ പണിയെടുക്കണ്ടല്ലോ, പങ്കിട്ടാൽ മതിയല്ലോ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി വന്ന്, രമേശ് വന്ന്, പണിയെടുത്തില്ല. ഇപ്പോൾ 5-6 ഗ്രൂപ്പായി. ഇത്രയും ഗതികെട്ടിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിലെ UDF എങ്ങനെയെങ്കിലും അധികാരത്തൊന്ന് പിടിച്ചു കയറാൻ നോക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി കാണും, രമേശിന് മുഖ്യമന്ത്രി കാണും, പിന്നെ വയലാസാറ് സുഖലെടുക്കാണ്, മുരളീധരന് പറ്റി മുഖ്യമന്ത്രി കാണും. പിന്നെ ശശി തരൂർ ആഗ്രഹിച്ചു. പിന്നെ വേറെ 2 പേരുണ്ട്. ആരൊക്കെയാണ്? അത് എഴുതി അതാവൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ കോട്ടയത്താരൻ 6-7 പേർക്ക് മുഖ്യമന്ത്രി കാണും. ഞാൻ പറഞ്ഞു, ഒരു കള്ളന്മാർ പോലും ഒരു പ്രദേശത്ത് കള്ളന്മാർ സംഘടന, ആ പ്രദേശത്ത് വേറെ കള്ളന്മാർ വരില്ല. അവർക്കൊരു അനൗദ്യോഗിക ഇല്ലീഗൽ യൂണിറ്റ്, ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ ഏരിയ പോവില്ല. അതുപോലെ നിങ്ങൾ 7 കള്ളന്മാർ, ഞാൻ പറയും 7 കള്ളന്മാർ ചേർന്നിട്ട് പറയണം ഏതിൽ ഒരു കള്ളനെ തീരുമാനിക്കും. ഇല്ലെങ്കിൽ നറുക്കിട്ടെടുക്ക്. 7 കള്ളന്മാരെ പേരിട്ട് ഒരു കള്ളനെ കിട്ട്. ആ കള്ളനെ അങ്ങനെ അന്തമായിട്ട് വിശ്വസിക്കുക, അയാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർത്തുക, എന്നിട്ട് മത്സരിക്കുക, അങ്ങനെ മുഖ്യമന്ത്രി ആകുക. അത് പറ്റൂല. ഇരിക്കുക തന്നെ വേണം. അത് രാജ്യസ്നേഹമാണോ, പാർട്ടി സ്നേഹമാണോ, ജനങ്ങളുടെ സ്നേഹമാണോ? ഒന്നുമല്ല. അതാ പറഞ്ഞ് ഈ മണ്ടന്മാരെ കൊണ്ടൊന്നും BJP പോലുള്ള പ്രസ്ഥാനത്തെയോ പാർട്ടിയോ ഒതുക്കാനോ തളർത്താനോ തകർത്താനോ മാറ്റാനോ സാധിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അത് വിചാരിക്കണമെങ്കിൽ ആത്മാർത്ഥമാണോ, രാജ്യസ്നേഹം ഉണ്ടായിരിക്കണം, പാർട്ടി സ്നേഹം ഉണ്ടായിരിക്കണം, ജനസ്നേഹം ഉണ്ടായിരിക്കണം, വിട്ടുവീഴ്ച മനോഭാവം ചെയ്യണം. വിട്ടുവീഴ്ച മനോഭാവം എന്താണ്? എനിക്കില്ലെങ്കിൽ നിനക്ക് പുറത്തു പോരും. ഇത് പുറത്തു പോകല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 5 മുഖ്യമന്ത്രി കള്ളന്മാർ കൂടി 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകെ 5 പേര് കൂടി എത്ര 25 സീറ്റ് കളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. അല്ലെങ്കിൽ 40 കൂടെ 20 സീറ്റ് കിട്ടിയേനെ. അപ്പോഴും 66 സീറ്റ് ഉണ്ടായേനെ. വലിയ വ്യത്യാസം വരില്ല. 10, 90, 100 സീറ്റ് കിട്ടുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിമാരുടെ നേതാക്കളെ കൂടി അഴിഞ്ഞാടല്ലായിരുന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായിയെ കൂടി കേരളത്തിൽ അഴിഞ്ഞാടാട് 2 ടേമിൽ. ഇനി ഈ ടേം കൂടി അവർ കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ പോക്കും പ്രവർത്തനവും? ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച് ഭരണം കളയാൻ നോക്കുന്ന കോൺഗ്രസിലെ മണ്ടന്മാരെ നേതാക്കളെ, നിങ്ങൾക്ക് എന്താ? നിങ്ങളെല്ലാവരും കോടീശ്വരനായി. എത്ര കോടി സ്വത്തിന് ഉടമയാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. ഓരോരുത്തരും, ഒരാളില്ല, ഓരോരുത്തരും ഈ 10, 20, 30, 40 വർഷം കൊണ്ട് നിങ്ങളെല്ലാവരും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടാക്കി. ഒരാളുടെ പേര് വന്ന് എല്ലാവരും. ഈ അസൻ മാത്രം അത് വെച്ച് പൊറോട്ട, കാരണം അതിന് കഴിവില്ല. അതുണ്ടാക്കി കഴിവണം. അതുപോലെ ഒരു ജില്ലാ പ്രസിഡന്റ് CPIയുടെ PK ഇബ്രാഹിംകുട്ടി, എൻ്റെ വളരെ സുഹൃത്താണ്, നല്ല മനുഷ്യൻ. പുള്ളിയും ഉണ്ടാക്കിയില്ല. കാരണം അത് പണം ഉണ്ടാക്കാൻ അറിയില്ല. അഴിമതി പണം ഉണ്ടാക്കിയത് കഴിവുണ്ട്, എക്സ്ട്രാ കഴിവുണ്ടോ? അതില്ല. ബാക്കി എല്ലാവരും ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും വിഷയമല്ല. ആര് ഭരിച്ചാലെന്താ, അവർക്കൊരു ചുക്കും വരില്ല. പ്രതിപക്ഷ നേതാവ് എന്താ സുഖല്ലേ? മുഖ്യമന്ത്രി അതേ റാങ്കിൽ ജീവിക്കല്ലേ? പണത്തിന് പണം, പ്രതാപം, മറ്റാസ്വാദം, എല്ലാത്തിനൊക്കെ ആസ്വാദനം. പിന്നെ അവർക്ക് ഇനി ഭരണം കിട്ടില്ലെന്ന് കുഴപ്പം? ഇപ്പം ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താ കുഴപ്പം? രാജകുമാരനെ പോലെ ഇപ്പം ജീവിക്കല്ലേ? വല്ല അധ്വാനമുണ്ടോ? പേരുമേനെ പോലെ കുറവുണ്ടോ? സുഖലോന് പോലെ കുറവുണ്ടോ? പാവപ്പെട്ട് എന്ത് ചെയ്താലെന്താ? ഇതാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമ്പോൾ മനുഷ്യ തല പറക്കാന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ജനങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ചൂടിൽ നിങ്ങളൊക്കെ ആവിയായി പോകും. ഭസ്മല്ല, ആവിയായി പോകും. ഭസ്മം പിന്നെയും കിട്ടും, ആവിയിലൊന്നും ഉണ്ടാവില്ല. ഇവ എന്താ പറഞ്ഞില്ലേ, വാനിഷ്, രാജീവ് ഗാന്ധിയുടെ അതിൽ വാർത്ത വാനിഷ് എന്നല്ല, മാഞ്ഞു പോകും. നല്ല ചുട്ട് അടിയടിച്ചിട്ട് മാഞ്ഞു പോകും. നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അധികം അഭ്യാസം. കാരണം ജനങ്ങൾ അത്ര കണ്ട് വറിയടാണ്, അത്ര കണ്ട് ജീവിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രോഡ്വേയിലേക്കും എറണാകുളത്തും കേരളവും ബോംബെയും ഡൽഹി എവിടെ ചെന്നാലും ഒരു നിലക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥാപനം, ഒരു ഫോട്ടോസ്റ്റാറ്റ് എന്തായാലും ഒരു സ്ഥാപനം ആകെ പോകുന്ന കുറേ സൂപ്പർ മാർക്കറ്റുകൾ, ബാക്കി എല്ലാം തകർന്നുപോയി, തകർന്നിരിക്കുകയാണ്.
ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ ഇന്ത്യയിലെ ജനങ്ങൾ. ഈ മോഡിയും പിന്നെ രാഹുൽ പിന്നെ പിണറായി സഖാവിനോട് പറയാണ്, ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ. കാരണം സൂപ്പർ മാർക്കറ്റ് കുറേ മമ്മലിയെ പോലെ യൂസഫിലെ പോലെ കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ കമ്പനികൾ സർക്കാർ സ്വത്ത് മുഴുവൻ പിടിച്ചു വെച്ച് അവർ കൊണ്ടുപോവാണ് കോടികൾ. എത്ര കോടി രൂപയുടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഒരാളിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? 15 ലക്ഷം രൂപ വെച്ച് ഓരോ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ നമ്മുടെ മോഡിജി. ഒരു പൈസ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ചിന്തിച്ചവന്നെ ജനങ്ങൾ ആകെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. സ്വാർത്ഥ ലാഭം, വ്യക്തി ലാഭം. 1-2 വ്യക്തികൾക്ക് വേണ്ടിയില്ല ഇന്ന് ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. 4 വ്യക്തികളും പറയാം, മോഡിജിയും അമിത്ഷായും അദാനിയും റിലയൻസും. 4 വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ മിഷണറി ചലിക്കുന്നത്. അതിൽ കുറേ സംഘപരിവാരനുഭാവികൾക്ക് എന്തെങ്കിലും നക്കാവച്ച് കിട്ടും, ബാക്കി ആർക്ക് എന്ത് കിട്ടുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. എറണാകുളം ബ്രോഡ്വേയിലൊക്കെ പോയി നോക്കിയ കടകളൊക്കെ തുറക്കുന്നത് താല്പര്യം. അവർ വരുതിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ തുറന്നില്ലെങ്കിൽ ഈ കടക്കാർ ബാങ്ക് ലോൺ എടുത്തവരൊക്കെ വീട്ടിലേക്കും ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ കൊച്ചാവും. അതുകൊണ്ട് മാത്രം വന്ന് തുറന്നിരിക്കുക. തുറന്നാൽ ഓൺ ചെയ്യാൻ പറ്റില്ല, കറണ്ട് ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട് പേശി 4-5 ഇരട്ടിയാണ് ഇവിടെ. ഇത് ഞാൻ ഗാന്ധി ബോർഡിലെ എൻ്റെ സുഹൃത്തിന് ഗാന്ധി ബോർഡ് നോക്കി, ഈ കലൂര് അവിടെ കറണ്ട് ഇടുന്നില്ല, മുതലാവില്ലെന്ന് പറഞ്ഞു. സർക്കാർ സ്ഥാപനമാണല്ലോ ഗാന്ധി ബോർഡ്. അത്ര കണ്ട് വില വർത്തിന് സാധിക്കും. പിന്നെ കർമ്മികാർ അവർ എല്ലാ പാല്, വെള്ളം, എല്ലാ സാധനത്തിനും 10 പേരുടെ വില കൂട്ടി, എല്ലാ സാധനത്തിനും. അത് കേരള ഗവൺമെൻറ്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിലും. ഇപ്പം ഈ അടുത്ത കാലത്ത് GSTയിൽ കുറവ്. മോർണിംഗ് ചപ്പാത്തിക്ക് 2 രൂപ 3 രൂപ കുറച്ച്. 2 രൂപ 53 2 രൂപ കുറച്ച് 55 GST. അതായത് ബീഹാർ ഇലക്ഷൻ അല്ലെങ്കിൽ തലേ മാസം ഇത് വീണ്ടും കൂട്ടും. അങ്ങനെ നീചമായ രീതിയിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്താണ്. ഇതിപ്പോൾ പരിഹാരം കണ്ടിതൊരു കാണാതിരിക്കും ഒരു മാർഗമില്ല. അതിന് പ്രതിപക്ഷ പാർട്ടി, അതിൽ കോൺഗ്രസ് അതിനെക്കൊണ്ട് സാധിക്കുന്നില്ല. അവർക്കതിന് പറ്റുകയില്ല, ചിന്തിക്കാൻ പറ്റില്ല, അവർക്കത് അറിഞ്ഞുകൂടാ ആ കാര്യത്തെക്കുറിച്ച്. അവിടെ ബഹുമാന്യരെ, ജനങ്ങൾ കഷ്ടത്തിലാണ്. പ്രതിപക്ഷം കണ്ണു തുറക്കുന്നില്ല, ഭരണപക്ഷവും തട്ടിപ്പടുത്താണ് ചെയ്യാണ്. ഒരു നിലക്കും ജനങ്ങൾ ജീവിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. ഏതായാലും ബീഹാർ ഇലക്ഷൻ റിസൾട്ട് ഏതാനും ദിവസങ്ങൾക്ക് അറിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.